നമസ്കാരം. ലണ്ടനിലെ നക്ഷത്ര ഹോട്ടൽ മുറിയിൽ മദ്യത്തിന്റെയും വിവിധതരം മാരക ലഹരിമരുന്നുകളുടെയും അമിത അളവ് ഉള്ളിൽ ചെന്ന് സൗദി രാജകുമാരൻ മരിച്ച സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളും ചിത്രങ്ങളും പുറത്തുവന്നു. 29 വയസ്സുകാരനായ സൗദി രാജകുമാരൻ അബ്ദുള്ള ബിൻ ഫഹദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ബിൻ ജലാവി അൽ സൗദാണ് ലണ്ടനിലെ കെൻസിംഗ്ടണിലുള്ള മാരിയറ്റ് ഹോട്ടലിലെ ബാത്റൂം ഫ്ലോറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു രാത്രിക്ക് 600 പൗണ്ട്, അതായത് ഏകദേശം 1,00,000-ലധികം രൂപ വാടകയുള്ള ആഡംബര മുറിയിലാണ് ക്ലീനിംഗ് തൊഴിലാളി ഇയാളെ ബോധരഹിതനായി കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ഹോട്ടൽ ജീവനക്കാരും പാരാമെഡിക്കൽ സംഘവും എത്തി ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അമിതമായ മദ്യപാനത്തിനും ലഹരിമരുന്ന് ഉപയോഗത്തിനും ചികിത്സയിലായിരുന്ന രാജകുമാരന്റെ മരണം ആത്മഹത്യയല്ല എന്നും അബദ്ധത്തിൽ സംഭവിച്ച ദുരന്തമാണെന്നും കേസ് അന്വേഷിച്ച ഇന്നോവസ് ലണ്ടൻ കോർണർ കോടതി വിധിച്ചു. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ലണ്ടനിലെ പ്രശസ്തമായ പ്രിയോറി ക്ലിനിക്കിൽ ആഴ്ചയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് രാജകുമാരൻ ലഹരിമുക്തി ചികിത്സ നേടിയിരുന്നു. അന്ന് മദ്യത്തിന്റെയും വിഷാദ രോഗത്തിനുള്ള മരുന്നുകളുടെയും അമിത ഉപയോഗത്തിൽ നിന്നും ഇയാൾ മുക്തി നേടിയിരുന്നതായി ഡോക്ടർമാർ വ്യക്തമാക്കി. തുടർന്ന് മറ്റൊരു പ്രമുഖ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിലും ചികിത്സ പൂർത്തിയാക്കി ഇയാൾ മടങ്ങി. എന്നാൽ ഇതിനുശേഷവും ലഹരി ഉപയോഗം തുടരുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. രാജകുമാരന്റെ രക്തത്തിൽ അനുവദനീയമായ പരിധിയുടെ 3 ഇരട്ടിയിലധികം മദ്യത്തിന്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാത്രം കോമ അവസ്ഥയിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ളതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഇതിനു പുറമെ GHB എന്നറിയപ്പെടുന്ന മാരകമായ പാർട്ടി ഡ്രഗ്, വിഷാദരോഗത്തിനും ഉത്കണ്ഠയ്ക്കും ഉപയോഗിക്കുന്ന സ്നാക്സ്, കഞ്ചാവ് തുടങ്ങിയവയുടെ സാന്നിധ്യവും ശരീരത്തിലുണ്ടായിരുന്നു. ഇവയുടെ സംയോജിത പ്രവർത്തനം മൂലം ഹൃദയാഘാതം സംഭവിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹോട്ടൽ മുറിയിൽ മറ്റാരും പ്രവേശിച്ചതായി CCTV ദൃശ്യങ്ങളില്ലെന്നും ഇയാൾ സ്വന്തം ജീവനൊടുക്കാൻ ശ്രമിച്ചതായി സൂചിപ്പിക്കുന്ന കുറിപ്പുകളോ തെളിവുകളോ ലഭിച്ചിട്ടില്ലെന്നും അസിസ്റ്റന്റ് കോർണർ വ്യക്തമാക്കി. ചികിത്സയിലായിരുന്നപ്പോൾ ആരോടും ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇതോടെയാണ് അമിത ലഹരി ഉപയോഗം മൂലമുണ്ടായ ദുരന്ത മരണമായി കോടതി കേസ് അവസാനിപ്പിച്ചത്. വൻ തുക ചെലവഴിച്ച് ചികിത്സ തേടിയിട്ടും ലഹരിയുടെ പിടിയിൽ നിന്നും മോചിതനാകാൻ കഴിയാതെ ആഡംബര ജീവിതത്തിനിടയിൽ ദാരുണമായി പൊലിഞ്ഞുപോയ സൗദി രാജകുമാരന്റെ മരണം ആഗോളതലത്തിൽ തന്നെ വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. അമിത ലഹരി ഉപയോഗവും അനിയന്ത്രിതമായ ജീവിതശൈലിയും എത്ര വലിയ അധികാരവും സമ്പത്തുമുള്ള പ്രമുഖരെ പോലും എങ്ങനെ ദുരന്തത്തിലേക്ക് തള്ളിവിടും എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഈ സൗദി രാജകുമാരന്റെ ദാരുണമായ മരണം. കോടികൾ ഒഴുക്കി ലോകോത്തര നിലവാരമുള്ള ലഹരിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയിട്ടും ലഹരിയുടെ പിടിയിൽ നിന്നും പൂർണ്ണമായി മോചിതനാകാൻ ഇയാൾക്ക് സാധിച്ചില്ല എന്നത് ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. ആഡംബരങ്ങളുടെ നടുവിലും ലഹരിയിൽ അഭയം കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പൊലിഞ്ഞുപോയ രാജകുമാരന്റെ ജീവിതം ആഗോളതലത്തിൽ ലഹരിക്കെതിരുള്ള വലിയൊരു താക്കീതായി മാറുകയാണ്.